ആയുസ് വർദ്ധിക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വരുന്നുണ്ട് നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വരുന്നുണ്ട് നബിയേ. യാത്ര പറയാൻ വരികയാണ്, യാത്രയ്ക്ക് പോകുകയാണ്. നബി തങ്ങളോട് യാത്ര പറയാൻ വരികയാണ്. ഇത് അവസാനത്തെ പോക്കാണ് നബിയേ, ഇനി വരില്ല നബിയേ, ഇനി വരില്ല നബിയേ, ഇത് അവസാന യാത്രയാണ്, അതുകൊണ്ട് നല്ലതുപോലെ യാത്രയാക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നു പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു നബിതങ്ങളുടെ മുമ്പിൽ വന്നു യാത്ര പറയാൻ. യാത്ര പറയുമ്പോ നബിതങ്ങളുടെ കണ്ണ് നനയുകയാണ്. പടച്ചവനെ, ഈ സഹാബി തിരിച്ചു വരില്ലല്ലോ, ഈ സഹാബി മരിക്കുകയാണല്ലോ. നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള സഹാബിയാ. നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞു. യതീമായ വിവാഹപ്രായം കഴിഞ്ഞ 2 മക്കൾ ഈ വീടിനകത്തുണ്ടെന്ന് കേട്ടപ്പോ സങ്കടമായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൺതടങ്ങൾ നിറഞ്ഞു. തന്റെ കൂടെ വന്നവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പെൺകുട്ടികൾക്ക് ആരാ ജീവിതം കൊടുക്കുന്നത്? ഞാൻ തരാം ആവശ്യമുള്ള സമ്പത്ത്. ഈ 2 യതീമായ മക്കൾ ആര് കല്യാണം കഴിക്കുന്നുണ്ടോ അവർക്ക് ആവശ്യമുള്ള ചോദിക്കുന്നത് ഞാൻ തരാം, എൻ്റെ അടുക്കലുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ യതീമായ മക്കളുടെ കല്യാണം നടത്തി കൊടുത്തു. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാ. ഈ രംഗം ഇങ്ങനെ നടക്കുമ്പോഴാ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത്. ആ യതീമായ 2 പെൺകുട്ടികൾ വീടിനകത്തിരുന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ച ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഒരൊറ്റ ദുആ. ഈ യതീമായ 2 പെൺകുട്ടികൾ വീടിനകത്തിരുന്നിട്ട് അവർക്കൊരു വിവാഹ ജീവിതം കിട്ടിയപ്പോൾ അവർ അള്ളാഹിനോട് പറഞ്ഞു, ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. അള്ളാഹു വിളിച്ചു, അസ്റായീലെ തിരിച്ചു വന്നേരെ. അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ഇതാടോ സദക്ക. ഇപ്പാടോ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമല്ലോ ചെറുപ്പക്കാരാ. അതുകൊണ്ട് സദക്ക ചെയ്യടാ മക്കള്. സദക്ക കൊടുക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം, 1, അല്ലാഹു അവനെ ദുരന്തങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, മാരക രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തുകയാ. 2, അല്ലാഹു ദുർമരണങ്ങളിൽ നിന്നവനെ രക്ഷപ്പെടുത്തുകയാ. 3, സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു നല്ല ജീവിതം അല്ലാഹു കൊടുക്കുകയാ. മോനെ, രാവിലെ നിങ്ങളുടെ പള്ളിയുടെ മുമ്പിലൂടെ ബസ് പോകുമല്ലോ, കാറും ലോറിയും ഒക്കെ പോകുമല്ലോ. പടച്ചവനെ, വഞ്ചിയിലേക്ക് അവരൊരു ചെറിയ സദക്ക ഇട്ടിട്ട് പോകുന്നത് വെറുതെയല്ല. രാവിലെ റൂട്ട് തുടങ്ങുമ്പോ പടച്ചവനെ ഒരു ഹദിയ ഇട്ടിട്ട് പോകുന്നത് വെറുതെയല്ല. അവർക്കറിയാ കൊടുത്താ കിട്ടുമെന്ന്, സദക്ക കൊടുത്താൽ അല്ലാഹു തരുമെന്ന് ബസിന്റെ ഡ്രൈവർക്കറിയാ. ലോഡ് കൊണ്ടുപോകുന്ന ലോറിക്കാരനറിയാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. യാത്ര പോകുന്നവർക്കറിയാ, പരീക്ഷ എഴുതാൻ പോകുന്ന പെൺകുട്ടികൾ പൈസ ഇട്ടിട്ട് പോകുമ്പോ അവർക്കറിയാ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സദക്ക കൊടുത്താ അല്ലാഹു തരുന്ന 3ാമത്തെ പ്രതിഫലമാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ആയുസ് വർദ്ധിക്കും ചെറുപ്പക്കാരാ, നിന്റെ ആയുസ് വർദ്ധിക്കുമടാ പൊന്നുമോനെ.